ഹലോ ഫ്രണ്ട്സ്, വൺ സ്പ്രിംഗ് നൈറ്റ് എന്ന ഡ്രാമയുടെ 12ാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ലീ ആകട്ടെ കോണിന്റെ വീട്ടിലേക്ക് വരുന്നതാണല്ലോ നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ കോൺ വിളിച്ചിട്ടല്ല ലീ വന്നത്. ലീ ഓൾറെഡി ഇയാളുടെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടായിരുന്നു വന്നത്. അത് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അവൾ വന്ന് അയാളോട് സംസാരിച്ചിട്ട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയമൊന്നും നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നതെന്നും പറയുന്നു. എന്റെ അച്ഛൻ ജീസോക്കുമായിട്ട് എന്റെ വിവാഹം നടത്തണമെന്ന് നല്ല ആഗ്രഹത്തിലാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാനും ജീസോക്കും തമ്മിൽ ഇപ്പൊ ഒന്നുമില്ല. ഞങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് എന്റെ അച്ഛനും നിങ്ങളും ചേർന്നിട്ട് ഞങ്ങളുടെ വിവാഹം നടത്താനൊന്നും അധികം തീരുമാനിക്കാതിരിക്കുന്നതാണ് നല്ലത്. അച്ഛന്റെ ജോബും ഞങ്ങളുടെ അഫെയറും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത്. അച്ഛൻ ആ ജോബ് കിട്ടേണ്ടതാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് അച്ഛന് ജോബ് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അച്ഛന്റെ ജോബിന് വേണ്ടിയിട്ട് ഞാൻ ജീസോക്കിനെ വിവാഹം കഴിക്കണം അങ്ങനെയൊന്നും തന്നെ പറയാൻ പാടില്ല. എന്നാൽ കോൺ പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ജീസോക്കിന്റെ കാര്യത്തിൽ നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാത്തതാണ് നല്ലത്. നീ നല്ലപോലെ ആലോചിച്ചിട്ട് എടുത്താൽ മതി. ചിലപ്പോ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ പോയാലോ? അതല്ലെങ്കിൽ നീ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ നിന്നെ വെറുത്തതിനേക്കാൾ കൂടുതൽ അധികം ഞാൻ നിന്നെ വെറുക്കാൻ ആരംഭിക്കുമായിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. അയാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ലീക്ക് ആകെ ഒരു വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ലീയുടെ അച്ഛനെ യാത്ര ചെയ്യിക്കുകയായിരുന്നു ജീസോക്ക്. ഇപ്പോൾ ഈ ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ട് നിങ്ങൾ വീണ്ടും ഒരുമിക്കുമെന്നും നീ തന്നെയായിരിക്കും എന്റെ മരുമകനെന്നും ലീയുടെ അച്ഛൻ പറയുന്നു. ഇന്ന് രാത്രി വീട്ടിലെത്തി ലീ ആകട്ടെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അവളൊന്നും ജീഹുനോട് സംസാരിച്ചില്ല. ഞാൻ ആകെ ടയേർഡാ, നാളെ സംസാരിക്കാമെന്ന് പറയുന്നു. അവൾക്ക് എന്തോ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ ആകട്ടെ കോണിന്റെ അസിസ്റ്റന്റ് വരുന്നുണ്ട്. അച്ഛൻ ഇത് നിങ്ങളുടെ കയ്യിൽ തരാൻ പറഞ്ഞു എന്ന് പറയുന്നു. അവനത് വാങ്ങി നോക്കുമ്പോഴാകട്ടെ അവന്റെ ഫോട്ടോസും ലീയുടെയും ജീഹുവിന്റെ ഒരുമിച്ചുള്ള ഫോട്ടോസും ഒക്കെയായിരുന്നു. ലീക്ക് വേറൊരു ബന്ധമുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കിയെന്നറിഞ്ഞതും ജീസോക്ക് ആകെ വല്ലാതെയായി. തലേന്ന് രാത്രി സംസാരിക്കാത്ത കാരണം ജീഹു ആകട്ടെ ലീയെ വിളിക്കുന്നുണ്ട്. നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നു. നീ ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാമെന്നാണ് ലീ പറയുന്നത്. കുറച്ചുനേരം അവര് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് നീ എന്റെ പേരൻസിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ജീഹു ചോദിക്കുന്നു. നിന്റെ പേരൻസിന് എന്നെ ഇഷ്ടമാവുമെന്നാണ് അവൾ ചോദിക്കുന്നത്. എന്റെ പേരൻസ് നൈസ് പീപ്പിൾ ആണ്. അവർക്ക് നിന്നെ എന്തായാലും ഇഷ്ടമാവും. ഇനി അവർക്കെങ്ങാനും എന്നെ ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്രേക്കപ്പ് ആവുമെന്ന്. നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ലീ ചോദിക്കുന്നു. അവൻ പറയുന്നുണ്ട്, ഞാൻ തമാശ പറഞ്ഞതാ, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഇവിടെ നമ്മുടെ നാമാകട്ടെ സോയിന്റെ അച്ഛനെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ അമ്മ ഇവനെ കണ്ടതും ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. ഇവൻ തന്റെ മകളോട് ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ അവരവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ നാമാകട്ടെ വന്നിട്ട് ഭയങ്കര ആക്ടിംഗ് ആയിരുന്നു. എന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാലിൽ വീണ് കരയുന്നു. ഒരു ദിവസം ഞാൻ ക്ലിനിക്കിന്റെ കാര്യമായിട്ട് ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു. എനിക്ക് സോയിനും ഇടയിൽ ചില ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായി. ആ ഒരു ദേഷ്യത്തിൽ ഞാൻ അറിയാതെ അവളെ അടിച്ചുപോയി. അറിഞ്ഞുകൊണ്ടല്ല, എനിക്ക് അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല. അതിന്റെ പേരിൽ എനിക്കൊരിക്കലും അവളെ ഡിവോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല. അവളിപ്പോ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിരിപ്പാണ്. പക്ഷെ എനിക്കൊരിക്കലും അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു സോയിന്റെ അച്ഛൻ. എന്താ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത്? നീ എന്തിനാണ് അവളെ അടിച്ചത്? അങ്ങനെയൊക്കെ അയാൾ ചോദിക്കുന്നു. എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്നും അറിഞ്ഞുകൊണ്ടല്ലാന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യം വന്ന സോയിന്റെ അമ്മയാകട്ടെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിന്റെ ആക്ടിംഗ് ആണെന്ന്. നീ സ്ട്രെസ്സിന്റെ പേരിലൊന്നും അല്ല അവളെ അടിച്ചിട്ടുള്ളത്. പക്ഷെ അവനവന്റെ ആക്ടിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. അയാളുടെ കാലിൽ വീണ് കരച്ചിലോട് കരച്ചില്. അത് കാരണം അയാളുടെ മനസ്സലിഞ്ഞു. അവൻ അറിയാതെ ഒരു വട്ടം അടിച്ചു പോയതല്ലേ, അതുകൊണ്ട് അയാൾ അവന് ക്ഷമ കൊടുക്കാനും തയ്യാറായിരുന്നു. ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് സോയിന്റെ അമ്മ. കാരണം സ്വന്തം മകളെ അടിക്കുകയും ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്ത ഇയാളോടാണ് തന്റെ ഹസ്ബൻഡ് ക്ഷമിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങളുടെ ഡിവോഴ്സ് നടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും അയാൾ പറയുന്നു. ഇവിടെ നമ്മുടെ ലീ ആകട്ടെ സോങ്ങിനെ കാണാൻ വന്നിട്ട് അവളുടെ അപ്പാർട്ട്മെന്റിന്റെ താഴേക്ക് വരികയായിരുന്നു. സോങ്ങും കടയിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കാനിരിക്കുകയാണ്. അങ്ങനെ അവർ നടന്നു പോകാൻ നേരത്ത് യാദർച്ഛികമായിട്ട് യൂനുവും ജീഹുവിന്റെ അമ്മ അവിടേക്ക് വരുന്നു. യൂനു ആകട്ടെ ലീയെ കണ്ടതും ലീ എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട്. രണ്ടുപേരും സംസാരിക്കുന്ന കണ്ടിട്ട് ജീഹുവിന്റെ അമ്മയാകട്ടെ വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് യൂനുവിനെ പരിചയമെന്ന്. ഞാനും ജീഹുവും ലൈബ്രറിയിൽ വെച്ചുള്ള പരിചയമാണെന്ന് പറയുന്നു. പെട്ടെന്ന് ജീഹുവിന്റെ അമ്മയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്, നിങ്ങളാണല്ലേ ആ ലൈബ്രറിയൻ എന്ന് ചോദിക്കുന്നുണ്ട്. ലീക്ക് ആകെ ചമ്മലായിരുന്നു. ജീഹുവിന്റെ അമ്മയും അവളെ നോക്കി ചിരിച്ച് സംസാരിച്ചിട്ട് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറിപ്പോയി. യാദൃച്ഛികമായി കണ്ടത് കാരണം ലീ അവിടെ സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. സോങ് അവളെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ജീഹുവിന്റെ അമ്മ ഒന്നുകൂടി അവളെ എത്തി നോക്കുന്നു. ഫ്ലാറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ യൂനു ആകട്ടെ ജീഹുവിനോട് പറയുന്നുണ്ട്, ലീ എന്താ ഇങ്ങോട്ട് വരാത്തേന്ന്. ഞങ്ങൾ താഴെ വെച്ച് ലീയെ കണ്ടിരുന്നുവെന്ന്. അത് കേട്ടും ജീഹു ചോദിക്കുന്നുണ്ട്, അമ്മയും കണ്ടോ എന്ന്. ഞങ്ങൾ യാദൃച്ഛികമായിട്ട് കണ്ടതാണെന്നാണ് അവന്റെ അമ്മ പറയുന്നത്. അവൾ നല്ല സുന്ദരി സ്മാർട്ടും ആയിട്ടുള്ള ഗേളാണ്. ലീയെ കണ്ടപ്പോ നിങ്ങളെന്താ ഇവിടെയെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ട് സോങ് ഇവിടെ താമസിക്കുന്നതെന്ന് അവൾ പറഞ്ഞായിരുന്നു. ജീഹുവിന്റെ അമ്മയോട് പറയുന്നുണ്ട്, അവളുടെ ഫ്രണ്ട് ഇവിടെ താമസിക്കുന്നത് ഒരു കോയിൻസിഡൻസ് ആണ്. എനിക്കും ആദ്യം അറിയില്ലായിരുന്നു. ഇങ്ങനെ ചമ്മലോടെ പറയുന്ന കേട്ട് അവന്റെ അമ്മ പറയുന്നുണ്ട്, നിന്റെ കള്ളത്തരം പിടിച്ച പോലൊന്നും നീ നിന്ന് സംസാരിക്കണ്ട. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വിശ്വസിച്ചു എന്ന്. ഞാൻ അവളെ ഫോർമലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ അതിനു മുമ്പേ നിങ്ങളെ കണ്ടു. അതെന്തായാലും നന്നായി എന്നാണ് അവന്റെ അമ്മ പറയുന്നത്. അവന്റെ അമ്മയ്ക്ക് ലീ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇവിടെ ലീ ആകട്ടെ സോങ്ങിനോട് ചോദിക്കുന്നുണ്ട്, ജീഹുവിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായിരിക്കുമോ ഇല്ലയോ എന്നൊക്കെ. ഞാൻ കാണാൻ നന്നായിട്ടിരുന്നതാണെന്നൊക്കെ ചോദിക്കുന്നു. അവർക്ക് എന്തായാലും നിന്നെ ഇഷ്ടമാകാതിരിക്കില്ല. അവരെ കണ്ടിട്ട് തന്നെ ഒരു പാവമായിട്ട് തോന്നുന്നതാണ് സോങ് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് എല്ലാം തന്നെ
ജീസോക്ക് ലിയെ വിളിക്കുന്നുണ്ടായിരുന്നു. അവള് ഫോൺ എടുക്കുന്നതേയില്ല. ഒടുവിൽ തുടർച്ചയായിട്ട് കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവള് ഫോൺ എടുത്തു. നീ ലൈബ്രറിയിലാണോന്ന് ചോദിക്കുമ്പോൾ അല്ലാന്ന് അവള് പറയുന്നുണ്ട്. എനിക്ക് നിന്നോട് സംസാരിക്കണം, നീ എവിടെയാണെങ്കിലും ഞാൻ അങ്ങോട്ട് വരാം, ഇല്ലെങ്കിൽ നീ വരുന്നിടം വരെ ഞാൻ നിന്റെ വീടിന്റെ ഫ്രണ്ടിലുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. ഇവിടെ സോയിനെയും നാമിനെയും പിടിച്ചിരുത്തിയിട്ട് അവളുടെ അച്ഛനാകട്ടെ സംസാരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അതൊരിക്കലും ഇവിടെ നടക്കില്ല. അവൻ നിന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ അവനെ തിരിച്ചടിക്ക്, അല്ലെങ്കിൽ ഞാൻ അവനെ അടിക്കാം, ഈ പ്രശ്നം ഇവിടെ തീർക്കാം. എന്നാൽ സോയിൻ അതിൽ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. മദ്യപിച്ച് അറിയാതെ പറ്റിപ്പോയ മിസ്റ്റേക്ക് ആണെന്നാണ് അവൻ എല്ലാവരോടും പറഞ്ഞു വിശ്വസിപ്പിച്ചത്. ഒരു മിസ്റ്റേക്ക് അല്ലാന്ന് സോയിന് നന്നായിട്ട് അറിയാം. ഇവിടെ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ഒരു ഫാമിലിയായിട്ട് മുന്നോട്ട് പോകാൻ നോക്ക്. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയായി, നീ പ്രഗ്നന്റ് ഒക്കെ ആവും, അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. എന്നാൽ താൻ ഓൾറെഡി പ്രഗ്നന്റ് ആണെന്ന് സോയിൻ പറയുന്നു. ഇത് കേട്ട് അവളുടെ അച്ഛനും നാമും ഞെട്ടി. കാരണം നാമു പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവള് പ്രഗ്നന്റ് ആണെന്ന്. ഇനി അവൻ ഒട്ടും ഡിവോഴ്സിന് തയ്യാറാകില്ല. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് ഞാൻ എത്രത്തോളം ആലോചിച്ചെടുത്തതാണെന്ന് അച്ഛൻ ഊഹിക്കാം. എന്നാൽ ഒറ്റയ്ക്ക് നീ ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തൂ എന്ന് പറഞ്ഞിട്ട് അയാൾ ഈ ഡിവോഴ്സിന് സമ്മതിക്കുന്നില്ല. ദേഷ്യം വന്ന സോയിൻ അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ അച്ഛനല്ലേ, എന്നോട് ഇത്ര ക്രൂരമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ പെരുമാറാൻ പറ്റുന്നതെന്ന്. ഞാൻ ഇത്രയൊക്കെ വിഷമങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന പോലുമില്ല. അങ്ങനെ അവൾ വല്ലാതെ കരയാൻ തുടങ്ങി. ഇത് കണ്ട് സഹിക്കവയ്യാതെ അവളുടെ അമ്മയാകട്ടെ അവളെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. കുറച്ചു കഴിയുമ്പോൾ നാം വന്ന് അവളോട് സംസാരിക്കുന്നുണ്ട്. നീ പ്രഗ്നന്റ് ആണെന്ന് എന്നോട് എന്താ പറയാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു. ഡിവോഴ്സ് ആകണ്ട, നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നാൽ ഇനിയൊരു ചാൻസും കൂടെ അവന് കൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. കാരണം അവന്റെ സംസാരത്തിലെല്ലാം തന്നെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ചു കഴിയുമ്പോൾ ജിഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ലിയ ആകട്ടെ താഴേക്ക് വിളിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും താഴെ നിന്ന് സംസാരിക്കുകയാണ്. അമ്മയെ കണ്ട കാര്യമൊക്കെ അവള് പറയുന്നു. അങ്ങനെ ഒരു തമാശകളൊക്കെ പറഞ്ഞ് അവർ ചിരിച്ചു കളിച്ചുകൊണ്ട് റോഡിലൂടെ നടന്നു പോകുന്നത് മുകളിൽ നിന്ന് അവന്റെ അമ്മയും കാണുന്നുണ്ട്. അവർ രണ്ടുപേരും എത്ര ഹാപ്പിയാണെന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് കാണിക്കുന്നത് ജീസോക്ക് നിർബന്ധിച്ച കാരണം ലീ അവനെ കാണാൻ പോകുന്നതാണ്. അവൻ അവളെ കൂട്ടിക്കൊണ്ട് അവരുടെ പഴയ കോളേജിലേക്ക് പോകുന്നു. അവിടെ വെച്ചായിരുന്നു അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. അവൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവളോട് പറയുന്നുണ്ട്, ഞാനിത് പറയാൻ ഒരുപാട് താമസിച്ചു പോയി, എങ്കിലും നീ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള പ്രതീക്ഷയില് ഞാൻ ഈ റിങ് നിനക്ക് തരികയാണെന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അവളുടെ കയ്യിലേക്ക് നിർബന്ധിച്ച് അത് വെച്ചു കൊടുക്കുന്നു. അവളത് തിരിച്ചു കൊടുത്തെങ്കിലും അവനത് വാങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. നീ ഇത് നിന്റെ കയ്യിൽ തന്നെ വെക്കണമെന്നാണ് പറയുന്നത്, അക്സെപ്റ്റ് ചെയ്തെങ്കിലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. എത്ര തിരിച്ചു കൊടുത്തിട്ടും അതവൻ വാങ്ങുന്നുമില്ല. ഇവിടെ ജീഹുന്റെ അമ്മയാകട്ടെ അവന്റെ അച്ഛനോട് വന്ന് പറയുന്നുണ്ട്, താൻ ഇന്ന് ലീയെ കണ്ടുവെന്നും അവളെ കാണാൻ നല്ല സുന്ദരിയാണെന്നും. അത് ശരി, അവള് നല്ല സുന്ദരിയാണെന്ന് അയാളും പറയുന്നു. അതിന് നിങ്ങളെപ്പോ കണ്ടു എന്ന് അവര് ചോദിക്കുന്നുണ്ട്. അന്ന് ഇവരുടെ ഡ്രൈ ക്ലീനിങ് ഷോപ്പിലേക്ക് ജീഹു ആകട്ടെ അവളെ കൂട്ടിക്കൊണ്ടു വന്നപ്പോ ഇയാൾ കണ്ടിരുന്നല്ലോ, അത് ഇവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അയാൾ പെട്ടെന്ന് പറയുന്നുണ്ട്, അല്ലേലും എല്ലാ പെൺകുട്ടികളും ഈ ഒരു ഏജില് നല്ല സുന്ദരികളായിരിക്കുമെന്ന്. ഇവിടെ നമ്മുടെ ലീയുടെ അച്ഛനാകട്ടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ലീയുടെ അമ്മ അയാളോട് ആകെ ദേഷ്യത്തിലായിരുന്നു. ഒന്നും സംസാരിക്കുന്ന പോലുമില്ല. നിനക്കെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സ്വന്തം മകൾ ഡൊമസ്റ്റിക് വയലൻസിന് ഇരയായിട്ട് പോലും നിങ്ങൾ അവളെ മനസ്സിലാക്കാതെ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് നിൽക്കുന്നു. എനിക്ക് നിങ്ങളെ ഒട്ടും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്തൊരു അച്ഛനാണെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കാൻ നിൽക്കാതെ അവരെങ്ങനെയും ഡിവോഴ്സ് ആവാതിരിക്കാനാണ് നോക്കേണ്ടത്. മാത്രമല്ല ലീയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. ഇനി സോയിനെങ്ങാനും പെട്ടെന്ന് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയുള്ള ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും വേറെ ആരും കല്യാണം ആലോചിക്കില്ല. അത് ലീയുടെ കല്യാണത്തെ ബാധിക്കും. ഇവർക്ക് ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്നുണ്ട്. സ്വന്തം മക്കളുടെ ജീവിതം ഇങ്ങനെ തോന്നുന്ന പോലെ ഇട്ട് കളിക്കുകയാണ് അയാൾ. സോയിന്റെ ജീവിതം ഇങ്ങനെയായി, ലീയുടെ ജീവിതം അങ്ങനെയാകാൻ അവർ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറയുന്നു. ഇവിടെ ജീസക്ക് കൊടുത്ത റിങ്ങുമായിട്ട് ജെയിന്റെ അടുത്തേക്ക് തിരിച്ചെത്തിരിക്കുകയാണ് ലീ. അവൻ എന്നോട് പറഞ്ഞത് ഒന്നേ ഇതെനിക്ക് കയ്യിൽ വെക്കാം, ഇല്ലെങ്കിൽ എടുത്തറിയാമെന്നാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു അവൾ. ഇതവന്റെ മുഖത്തെറിഞ്ഞിട്ട് വരികയാണ് ചെയ്യേണ്ടത്. അവനിങ്ങനെ നിന്നെ ഫോഴ്സ് ചെയ്യാൻ ഒരു അധികാരവും ഇല്ലാന്നും ജെയിൻ പറയുന്നു. ഇവിടെ പിറ്റേന്ന് ഓഫീസിലെത്തി ലീ അറിയുന്നുണ്ട് സോയിൻ പ്രഗ്നന്റ് ആണെന്നുള്ള ന്യൂസ് എല്ലായിടത്തും പരന്നിരിക്കുന്നുവെന്ന്. അവള് പെട്ടെന്ന് സോയിനെ വിളിക്കുന്നു. അവളൊരു ന്യൂസ് റീഡർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫേമസ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഓൺലൈനിലെല്ലാം തന്നെ അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള വാർത്തകളാണ് കാണിക്കുന്നത്. അവൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് ജോബ് കിറ്റ് ചെയ്തു എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ജീഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സും ഇത് ജീഹുവിനോട് പറയുന്നു. എനിക്ക് ഹ്യൂൻസോ ആകട്ടെ ജീഹുവിനോട് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട്, അത്യാവശ്യമായിട്ട് എന്നെ കോൾ ചെയ്യാൻ ഒരു കാര്യം പറയാനുണ്ടെന്ന്. അവൻ കോൾ ചെയ്യുമ്പോഴാകട്ടെ ഹ്യൂൻസ് പറയുന്നുണ്ട്, ഇവിടെ ആൾക്കാരെല്ലാം സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ജീസുക്ക് ലീയെ പ്രപ്പോസ് ചെയ്തു എന്നാണ് കേട്ടത്, റിങ്ങൊക്കെ കൊടുത്തു എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ജീഹു ആകെ വല്ലാതെയായി. എന്റെ കല്യാണം ഉടനെ ഉണ്ടാകുമെന്നൊക്കെയാണ് ഇവിടെ എല്ലാരും സംസാരിക്കുന്നത്. ഇത് എന്തൊക്കെ നടക്കുന്നതെന്ന് ഹ്യൂൻസ് ചോദിക്കുന്നു. ജീഹുവിന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് ആകെ ഡൗൺ ആയി. ജോലിയിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. പ്രഗ്നൻസി ന്യൂസ് അറിഞ്ഞതോടുകൂടി എല്ലാവരും ആകട്ടെ സോയിന് കൺഗ്രാറ്റുലേഷൻ ഒക്കെ പറയുന്നുണ്ട്. നാം ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ആകെ ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. ജീഹുവിന് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യാത്ത അവസ്ഥയാണ്. അവനാകട്ടെ ജീസോക്കിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടാലോ എന്ന്. ഇവിടെ ജെയിനാകട്ടെ അവളുടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് സോയിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇപ്പോൾ സോയിന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. നമ്മളുടെ മൈൻഡുമായിട്ട് ഒട്ടും ചേർന്ന് പോകാത്ത കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒട്ടും നടക്കാത്ത കാര്യമാണെന്നും അങ്ങനൊരു അവസ്ഥ ആർക്കും വരരുതെന്നൊക്കെ ജെയിൻ പറയുന്നുണ്ട്. ഇവളിങ്ങനെ ഇരുന്ന് പറയുന്ന കേട്ടിട്ട് അവളുടെ അമ്മ പറയുന്നുണ്ട്, മിക്കവാറും ഞാൻ നിങ്ങളുടെ അച്ഛനെ ഡിവോഴ്സ് ചെയ്യുമെന്ന്. കുറെ വർഷങ്ങളായിട്ട് അയാളെ സഹിക്കുക. അയാളുടെ ഈ സ്വഭാവം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡിവോഴ്സ് മിക്കവാറും നടക്കും. നിങ്ങൾ ഡിവോഴ്സ് ആയാലും ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്യുമെന്ന് ജെയിൻ പറയുന്നു. ലീയുടെ അച്ഛനാകട്ടെ ജീസോക്കിന്റെ
ലീഡൻ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ട് കോണിനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നും അവരെന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ ഒഴിഞ്ഞു മാറുന്നു. ഇത്രയും നേരമായിട്ടും ജീഹുവിന്റെ ഒരു അനക്കമില്ലാത്ത കാരണം ലിയാകട്ടെ അവന് മെസ്സേജ് അയക്കുന്നു, നീ നല്ല ബിസിയാണെന്ന് ചോദിച്ചിട്ട്. അവൾക്ക് അറിയില്ലായിരുന്നു അവനാകട്ടെ ജീസോക്കിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു കോഫി ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണെന്ന്. കുറച്ചു കഴിഞ്ഞപ്പോൾ ജീസോക്ക് അവിടേക്ക് വന്നു. ആ സമയത്ത് ലീക്കാകട്ടെ ജെയിന്റെ മെസ്സേജ് വരുന്നുണ്ട്. ജീസോക്ക് നിന്നെ പ്രപ്പോസ് ചെയ്തു എന്ന് ജീഹു അറിഞ്ഞിരിക്കുന്നു, ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നാണ് അവളെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇത് കേട്ടതോടെ ലീ ആകെ ടെൻഷനായി. കാരണം അവളായിട്ട് അത് അവനോട് പറയാനിരിക്കുകയായിരുന്നു. അതിനു മുമ്പേ അവൻ അറിഞ്ഞു. അവൻ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അവന് തന്നോട് ദേഷ്യമായിരിക്കും എന്നൊക്കെയായിരുന്നു അവളുടെ മനസ്സിൽ. ജെയിനും പാർക്കും ചേർന്നിട്ട് ലീയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പാർക്ക് പറയുന്നുണ്ട്, ജീഹുവും ജീസോക്കും എവിടെയോ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. എവിടെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അതെനിക്കറിയില്ല എന്ന്. ഇവിടെ ജീഹു ജീസോക്കിനെ കണ്ട ഉടനെ ചോദിക്കുന്നത്, നീ എന്തിനാണ് ലിയോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്, അവളെ എന്തിനാണ് ഇങ്ങനെ കുഴപ്പത്തിലാക്കുന്നത്, അവൾ ഓൾറെഡി നിന്നോട് പറഞ്ഞതല്ലേ എല്ലാം അവസാനിച്ചു എന്ന്. വീണ്ടും വീണ്ടും അവളുടെ പിറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്തിനാ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്നാണ് ജീസോക്ക് പറയുന്നത്. എന്നാൽ ജീഹു പറയുന്നുണ്ട്, നീ ഇത് ലിയോടുള്ള സ്നേഹം കൊണ്ടല്ല ചെയ്യുന്നതെന്ന് എനിക്കറിയാം, ഒരു കാരണവശാലും അവളെ എനിക്ക് കിട്ടാൻ പാടില്ല, അതുകൊണ്ടാണ്. നിന്നെ കഴിഞ്ഞിട്ട് അവൾ എന്നെ സെലക്ട് ചെയ്യാൻ പാടില്ല, അവളോടുള്ള ആത്മാർത്ഥമായ പ്രണയമല്ല ഇതിന്റെ പിന്നില്, അതെനിക്ക് വ്യക്തമായിട്ടറിയാം. ജീസോക്കിന്റെ മനസ്സിലും അത് തന്നെയായിരുന്നു, ഒരു കാരണവശാലും ജീഹുവിന് ലീയെ കിട്ടാൻ പാടില്ല, ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ജീഹു പറയുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്നുണ്ട് അങ്ങനെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്ന്. നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ വീട്ടുകാരോടെല്ലാം പറ, അവിടെ പോയി നീ നാണം കെടുന്നത് എനിക്കൊന്ന് കാണണം. എല്ലാം കേട്ടിട്ട് ജീഹു പറയുന്നുണ്ട്, ഇത്രയും നേരം ഞാൻ നിന്നോട് വളരെയധികം റെസ്പെക്ടോട് കൂടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇനി അത് അങ്ങനെയായിരിക്കില്ല എന്ന്. ഇവിടെ ലീ സോങ്ങിനോട് പറയുന്നുണ്ട്, ആ ജീസോക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അവൻ പെട്ടെന്ന് കയറി പ്രപ്പോസ് ചെയ്തു, ഞാൻ നീ എന്ത് ചെയ്യും, ജീഹുവിനോട് ഞാൻ എങ്ങനെ സംസാരിക്കും, അവനോട് സോറി പറഞ്ഞാലോ. ആകെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ് അവള്. കുറെ കഴിഞ്ഞപ്പോ അവനാകട്ടെ വീട്ടിലേക്ക് വന്നു എന്ന് മനസ്സിലായതും അവള് പതിയെ പോയി ബെല്ലടിക്കുന്നു. താൻ കുളിച്ചിട്ട് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക, നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ അവൻ പറയുന്നുണ്ട്. എന്നാൽ അവളാകട്ടെ വെയിറ്റ് ചെയ്യാതെ അവന്റെ ഡോർ ലോക്ക് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് കയറുകയാണ്. ഓൾറെഡി അവൾക്കതറിയാമല്ലോ. അവൻ കുളി കഴിഞ്ഞിറങ്ങിയതും പെട്ടെന്ന് ബാക്കിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. നിന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ, ദേഷ്യം ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്തിട്ട് ഞാൻ നിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നുള്ളൂ, ഞാനൊന്നും നിന്നോട് മറച്ചു വെക്കാൻ ആഗ്രഹിച്ചതല്ല. അവൻ പെട്ടെന്നാണ് പ്രപ്പോസ് ചെയ്തത്, എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറയാനിരുന്നതാ, പക്ഷെ അതിനുള്ളിൽ നീ അറിഞ്ഞു. എന്നാൽ അവൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, എനിക്ക് മനസ്സിലാകുമെന്ന്. നീ ഒരുപാട് ലേറ്റ് ആയില്ലേ, വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഇന്ന് രാത്രി ഞാൻ ഇവിടെയാണ് കിടക്കുന്നതെന്ന്. അവൻ അത് കേട്ട് ഒരു നിമിഷം ഷോക്കായിട്ട് നിൽക്കുന്നു. നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, എന്താ എനിക്കിവിടെ കിടന്നൂടെ എന്ന് അവള് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, എന്നാലും എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. എന്നാൽ അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാനിവിടെ കിടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ടെൻഷൻ അടിച്ച് ബോധം കിട്ടി വീഴുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തൽക്കാലം സോങ്ങിന്റെ അടുത്ത് കിടന്നോളാം. അത് കേട്ടപ്പോഴാണ് അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും അവന്റെ ജോലി ചെയ്യാൻ തുടങ്ങിയത്. അവൾ ഒന്നുകൂടി അവനിൽ നിന്നും എല്ലാം മറച്ചു വെച്ചതിന്റെ പേരിൽ സോറി പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ലിയാകട്ടെ ജെയിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാനിന്ന് വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്ന് ജീഹുവിന്റെ അടുത്ത് നിൽക്കുകയാണെന്ന് പറയുന്നു. സോങ്ങിന്റെ അടുത്ത് കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞ അവളാകട്ടെ സോങ്ങിന്റെ അടുത്തേക്ക് പോവാതെ ജീഹുവിന്റെ ഫ്ളാറ്റിൽ തന്നെ കിടക്കുകയാണ്. അന്ന് രാത്രി അവർ രണ്ടുപേരും ഒന്നായി. അവർക്കിടയിൽ റൊമാൻറ്റിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു. അത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. മാത്രമല്ല എല്ലാ എപ്പിസോഡും മിസ്സാക്കാതെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക.